തെരുവുനായ ശല്യം മൂലം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയ ചൂണ്ടൽ ഗവൺമെന്റ് യു.പി. സ്കൂൾ ബുധനാഴ്ച സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും ആശ്വാസത്തിൽ. കഴിഞ്ഞ ദിവസം മേഖലയിലെ നായ്ക്കളെ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റിയതോടെയാണ് വിദ്യാലയം ബുധനാഴ്ച തുറന്ന് പ്രവർത്തിച്ചത്. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച പട്ടിപിടുത്തം രാത്രി വരെ തുടർന്നു. രാവിലെ മുതൽ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് എത്തിത്തുടങ്ങി. പ്രധാന അധ്യാപിക ഷീജ ജോസിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു. കുട്ടികളെ വിദ്യാലയത്തിലേക്ക് വിടുന്നതിൽ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും പട്ടികളെ പിടികൂടിയതോടെ ആശ്വാസത്തിലാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. കുട്ടികളെ വിടാനൊക്കെ നല്ല പേടിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് എല്ലാം നല്ല രീതിക്ക് പോകുന്നു. ഭീതിയില്ലാതെ സാധാരണ ദിവസങ്ങളിൽ വരുന്നത് പോലെ കളിച്ചിരികളുമായാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയത്. ക്ലാസുകളും സാധാരണ ദിവസങ്ങളിലെ പോലെ തന്നെ പ്രവർത്തിച്ചു. പട്ടികളെ പിടികൂടിയെങ്കിലും ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്ന് പ്രധാന അധ്യാപിക ഷീജ ടീച്ചറും PTA പ്രസിഡന്റ് CD പരമേശ്വരനും പറഞ്ഞു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കണ്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. വരുമ്പോഴായാലും പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആ സംഖ്യയൊക്കെ നമ്മൾ ഒഴിഞ്ഞു. നമ്മുടെ സ്കൂളിൽ തമ്പടിച്ചിരുന്ന അമ്മപ്പട്ടിയും അതുപോലെ കുഞ്ഞുങ്ങളും മറ്റു നായ്ക്കളൊക്കെ പിടിച്ച് ഷെൽട്ടറിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം നമുക്കായിട്ടുണ്ട്. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെ വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. പഞ്ചായത്ത് നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ചെറിയ ആശങ്കയും ബാക്കി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതിലിൻ്റെ മീതത്തിലാണ് പട്ടികളിൽ നിന്നിട്ട് കൂടുതലും പ്രവേശിക്കും. സ്കൂളിന്റെ ചുറ്റുമതിൽ ചാടിക്കടന്ന് പട്ടികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രധാന അധ്യാപികയും PTA പ്രസിഡന്റും പറഞ്ഞു. 2 ദിവസത്തെ അവധിക്ക് ശേഷം വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികാരികളും രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂളിലെത്തിയിരുന്നു.